Situation between TV and KK has been ended. 3 days cool down applied. Okay. പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തി അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്നങ്ങ് ഭയങ്കര TV and KK has been ended. 3 days cool down applied. Okay. പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തി അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്നങ്ങ് ഭയങ്കര മുട്ടി നിക്കുവായിരുന്നു. വലിയ കഴിയായിരുന്നു. വലിയ ഒരുത്തനെ അടിച്ചപ്പോ അങ്ങ് വലിയ മാസമായിരുന്നു. എന്തോ പറ്റി സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ ആരും ഈ മെക്കാനിക്സ് കളിച്ച് ഒന്നും ഗ്രൈൻഡ് ഇട്ടില്ല. ഇവിടെ നമ്മള് ഇവന്മാർക്ക് അടിക്കാമെങ്കിൽ ഈ ടൈമിൽ നമ്മൾ അടിക്കായിരുന്നു. അതുപോലെ ഇവന്മാർക്ക് പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ എക്സലാൻഡസില് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് KVA. അവന്മാരായിട്ട് എന്തായാലും അവന്മാര് വാറെടുക്കത്തില്ല. ഓപ്പൺ വാർ. ബാക്കി ഇവിടുത്തെ അണ്ണാമണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്ര ലോബിമാര് പറഞ്ഞില്ല. അവന്മാർ ഇനി തല്ല് കൊള്ളുമ്പോ പഠിച്ചോളൂ. ഇനി മനസ്സിലാവും. ഇനി തല്ല് നല്ല കിട്ടിയില്ല. ഇന്ന് കിട്ടി. അങ്ങനെയാണോ ഇവരൊരു ഇതുണ്ടല്ലോ. അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ? എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് തീട്ടായിട്ടാണ് അല്ല, സീരിയസ് ആയിട്ട് വെച്ചേട്ടാ. അങ്ങനെയല്ല ഇതുണ്ടാ ഹുക്കുമെന്നോട് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലല്ല, ഞാനൊരു കാര്യം പറയണേ. നമ്മളിവിടെ വന്ന് എല്ലാം സോൾവ് ചെയ്ത് നമ്മളെല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പയ്യെ തുടങ്ങാന്ന് വെച്ചിട്ട് ഇവന്മാർക്ക് തുടക്കം വന്നതിന്റെ അന്ന് തൊട്ടങ്ങ് അടിക്കണം. വന്നതിന്റെ അന്ന് തൊട്ട് അവന്മാർക്ക് അടിച്ചേ പറ്റുള്ളൂ. അത് അവന്മാർക്ക് മുട്ടി നിൽക്കുമായിരുന്നു. തല്ലുകൊള്ളികള് കൊണ്ടു തുടങ്ങട്ടെ. ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഇവിടെ വെച്ച് പൊട്ടിച്ചോ. പക്ഷെ ഇനി ഇതെടുത്തിട്ട് വേറെ പോയി. ഞാൻ നോക്കിട്ട് ചാവത്തില്ല. നിങ്ങൾ അടിയോട് അടി. ഞാൻ എന്താ ചാവാത്ത? ഞാനേ ഇപ്പൊ ചാവുന്നില്ല. ഒരുത്തമാര് എന്തിനാണ് അത് ആലോചിക്കുന്നത്? ഇത് സംഭവം വെച്ച് കഴിഞ്ഞാടാ, ഒരുത്തിനെ ഒരു 3 പേരൊക്കെ ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണോ ആ രീതി കളിച്ചിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായി? ഇവിടെ ലൈക് പാണ്ടിക്കുത്ത തന്നെയാണ് ബെറ്റർ സത്യം പറഞ്ഞത്. നിക്കും സാവേജ് കൂടി കളിച്ചത് നൈസായിരുന്നു. നൈസ് 2 കവർ നൈസായിരുന്നു. പൊസിഷനിങ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആടാടാ പോയിട്ടാ റെസ്റ്റ് ചോദിക്കോ. ഞാൻ സംഭവം കളിച്ച നിങ്ങളെ വാറിൽ ഏറ്റവും കിടിലം ഒരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞാൽ നിക്ക് ഇവനാണ് സാവേജ്. നിങ്ങൾ കണ്ടോണേ ഇവിടെ വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കളി നമ്മളൊരു പോയെന്നല്ല, നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി ഇവിടെയാണ്. നോക്കിയോ ശിവമാന് കാണിച്ചുതരാം. നോക്കിയോ എന്നാണ് ഇവിടെ കണ്ട. ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇവിടെ ഫൈറ്റ് എടുക്കാൻ ആൾക്കാർ വന്നു. പക്ഷെ 5 പേര് ഇവിടെ മനസ്സിലായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ്. ഇവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് പൊട്ടുന്നത്. ഓക്കെ, താഴെ ഫൈറ്റ് പൊട്ടി. പിന്നെ ഇവിടെ സ്നൈപ്പ് ഡൗൺ ആവും. പക്ഷെ സ്നൈപ്പ് വേറെ ഇവിടെ ആരും അമ്മമാരും ഡൗൺ ആവും. ഇറ്റാച്ചി ഇവിടെ ആരെയും വിക്ക് എടുക്കും. അല്ല, സാവേജ് ഒരു വിക്ക് എടുക്കും. ഇനി രായ അടുത്ത വിക്ക് എടുക്കും. അവിടെ താഴെന്ന് എടുക്കും. രായനിപ്പോ ഒരു വിക്ക് ഇട്ടാണ്. കണ്ടോ ഒരു വർഷം അടിക്കണോട് അവർക്ക് ചാവണമെങ്കിൽ സരക്കണ്ണ ഇത് നടന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ എന്താ കോള് കേൾക്കണെന്ന് അറിയാം. വലിയാന്നുള്ള കോളാണ്. ഞാനും ഓക്സിജൻ റേഡിയോ ഇരുന്ന് പറയാ വലിക്കല്ലേ അടിച്ചടിച്ച് കളിക്കുന്നത്. വലിക്കാതെ അല്ല, ബാക്കിയുള്ളവരോട് വന്ന് കൂടെ സത്യം പറഞ്ഞ ഇവിടെ നിങ്ങൾ ഒരു വൃത്തിയുടെ പൊസിഷനിലോട്ട് എത്തി. അപ്പൊ നോക്കിയോ ഇപ്പൊ ഡൈവന്മാർ ഇവിടെ എത്ര മോള് കേറി. ഇപ്പൊ നോക്കി ഇപ്പഴാണ് പയ്യന്മാർ എൻട്രി. ഇത് ഞാൻ കണ്ട് ഇവന്മാര് ഈ സാവേജ് നിക്ക് ഇവിടുന്ന് അടിച്ചപ്പോ ഇവന്മാര് ബാക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലേക്ക് കേറിക്കോളാൻ മുമ്പോട്ട് കയറാൻ പറഞ്ഞു. നിക്ക് സാവേജ് ഇവിടെ ഒന്ന് അടിക്കുമ്പോ അവന്മാര് പേടും. മനസ്സിലായോ? അവന്മാരെല്ലാം ഓടും. കണ്ട വഴി കണ്ട നമ്മളവിടെ പോകുമ്പോഴേ നമ്മളവിടെ നിന്ന് ഒരു പിക്ക് എടുക്കും. എന്നിട്ട് സാവേജിന് നിക്കിലൊരു പിക്ക് കിട്ടല്ലേ ഇവിടെ. എന്നിട്ട് ഇവിടെ അവന്മാരെല്ലാം ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ രായനും ഇവര് മാത്രമാവും. ഞാൻ ഇവന് മാത്രം വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വണ്ടി കയറാൻ പറ്റുമായിരുന്നാടാ? ഇല്ല വണ്ടി അത് കേറി കഴിഞ്ഞാ ചാവും.
അതാ നിന്നടിക്കാൻ പറഞ്ഞത്. ഇതായിക്കോ. ഞാൻ 20ലാണ് കേട്ടോ കളിച്ചത്. അവന്മാരെ ഇനിയിപ്പോ അവന്മാര് ഇപ്പുറത്ത് കറങ്ങി. വണ്ടിയില് ഞാനും കിണ്ടിയും കൂടെ ഇവിടെ നരകത്തിൽ വെക്കണ്ട. ഇവിടെ കളിച്ചത്. രായനും കെവിനും ഡൗൺ ആയി. മനസ്സിലായി. രായനും കെവിനും ഇവിടെ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് സ്റ്റാവേജ് നിക്ക് ഇവിടെ വരും. കറക്റ്റ് കണ്ട നൈസ് നൈസ്. അല്ലടാ അത് അവന്മാരെ വണ്ടിയുടെ പ്രശ്നടാ. ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കറക്റ്റ് കയറും. പക്ഷെ ഇപ്പൊ ഒരു കോമഡി ഉണ്ട് നോക്കിയോണേ. ഇവിടെ ഇവൻ നോക്കുവാണേ 1 HP രായടാ. എന്നിട്ട് ഓട് നോക്കിയോണേ. ഓടുകൂടെ അവിടെ നിന്ന് എത്ര ഫ്ലഫി ഡൗൺ ആയ. ഇപ്പൊ നോക്കിയോണേ. ഇപ്പൊ ലില്ലു പോയിട്ട് സീനുണ്ട് നോക്കിയോണേ. ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചല്ലോ. എനിക്ക് ഫ്രാങ്കിനെ കിട്ടി. ഇപ്പൊ റൈറ്റ് സൈഡ് 2 പേരുണ്ട്. ഇവിടെ നൈസായിട്ട് ആ വിറ്റാച്ച് 2 വിക്കറ്റ് എടുക്കുക സമയത്ത് കറക്റ്റ് ആ 2 ലോ ആയിട്ട് 3 താകിട്ട് ഫ്രാങ്ക് ജാക്ക് ബുൾസ്. നൈസായിട്ട് 3 ഇത് കണ്ട ഇവിടെ ഇവിടെ വൻ പേടി. ഇവ ചാവേടാ എനിക്ക്. അവൻ കറക്റ്റ് റിഫ്രഷ് ചെയ്യടാ. കറക്റ്റ് റിഫ്രഷ് ചെയ്യും. സംഭവം ഇല്ലേ ഇവിടെ ലെഫ്റ്റ് സൈഡ് ലോ ആയി കണ്ട. അപ്പൊ റിഫ്രഷ് ചെയ്യും. എന്റെ എസ്കേപ്പ് ഉണ്ട് അവിടെ നിന്ന്. അയ്യോ റീഫ്രഷ് ചെയ്തു. ഞങ്ങള് ഇന്ന് കളിച്ചെന്ന് കാണിച്ചു തരാം. കൊറേ നാൾക്ക് ശേഷമുള്ള വാറല്ല. അവിടുന്ന് വണ്ടി എടുത്ത് എന്തെന്നറിയാമോ ഈ സമയത്ത് നമുക്ക് പാർക്കോറ മൈൻഡ് വന്നില്ലല്ലേ? സ്പീഡ് പാർക്കോർ ഇട്ട് വണ്ടിയുടെ മണ്ട കയറും. പാർക്കോർ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ സൈഡിൽ നിന്നിട്ട് ഞാൻ ഓടി വന്ന് ആ സൈഡിൽ നിന്നാണ് തള്ളി ഇട്ടിട്ട് എടുത്തിട്ട് അടിച്ചത്. താങ്ക് യു ഫോർ 2000 rupees സൂപ്പർ ചാറ്റ്. എന്റെ ലൈവ് എടുത്ത് നോക്കണ. അല്ല കില്ലുള്ളവര് കാണിക്കും. എനിക്ക് കില്ലുണ്ടോ അണ്ണ? എനിക്ക് കില്ലുണ്ടോ? എന്റെ കില്ലുണ്ട് അണ്ണ. എന്റെ വെച്ചാൽ 2.5 മണിക്കൂർ സിനിമയായിരുന്നു. ഫുൾ വെടി മാത്രം. അയ്യോ ഞാനും കിട്ടിയുടെ നരകത്തിലിരുന്നാണ് കളിച്ചത് അവിടെ. ഒരു കാറിന്റെ ബാക്കി അത് തന്നെ ഇവിടെ അവിടെ നോക്കണം. എന്റെ അമ്മ മറ്റേ മണിച്ചിത്രത്താഴിൽ മറ്റേ വിൻഡോയിലൂടെ നോക്കുന്ന പോലെയാണ് ഇവര് നോക്കുന്നത്. ഇപ്പൊ ഓരോരുത്തന്മാര് തലയെടുപ്പം. ഇങ്ങനെയൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓ നമ്മള് ഒരു കവർ എടുത്ത് അടിക്കും. ഇപ്പൊ നോക്കണം സ്പീഡിന്റെ ഒരു സാധനം സ്പീഡ് ബാല ലൈവ് ഇട്ടേക്കുന്നു. പാർക്കോർ ഫെയിൽസ് ആണ്. പാർക്കോർ ഫെയിൽസ്. അയ്യോ പൊക്കി ആള് ചത്ത്. അവൻ പറഞ്ഞു കേട്ടോ സ്റ്റക്കായി. ഇത് എന്തൊരവസ്ഥ. എന്തിനാണ് ഇതൊക്കെ? ഒരു ചാവതില്ല അടിച്ചിട്ട് ഇത് KGF ആണ്. ഇത് ശരിയായ KGF. ഞാൻ നോക്കുമ്പോഴേ കിണ്ടി മാലിന് വീരുന്ന അടി കൊള്ളണ്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ബാലിനൊന്ന് വീഴും. ഞാൻ വിചാരിച്ചു ബാലൻ വീണപ്പോ ചത്തന്ന്. എന്റെ POVയിലൊക്കെ ബാലൻ വീണ് കിടക്കുമായിരുന്നു.
ഏതാടാ ഇതേതാ ഗ്യാഗ് ഇതൊക്കെ വൈര്. നമ്മള് നടക്കൂല, ഇത് എഡ്ഡി തന്നെ നടക്കൂല. അവൻ ബാക്ക് ഇറങ്ങുകയാണെങ്കിൽ കേറി അടിച്ചോളാൻ ഇവൻ ഇങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തന്ന്. എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലെ ആയി കിടക്കുവായിരുന്നു. കുറച്ച് കഴിയുമ്പോ ബാലൻ comeback. എടാ ആ അടിയിൽ അവന്റെ HP കുറഞ്ഞിട്ടില്ല, അതറിയോ? ഈ അടിയിലൊന്നും ചാവൂല, കുറയത്തില്ല. ചാവില്ലടാ, HP കുറയത്തില്ലടാ ഇവന്മാരുടെ. പകുതി HP കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഹീൽ അടിച്ച് ഫുള്ള്. എടാ ഹെഡ് കയറിയത് വിട്, ഡാമേജ് ഒരേപോലെ അല്ലേ? ശരിയാണ് കേട്ടോ, ഫ്രണ്ടിൽ നോക്കുമ്പോ റെഡ്. ശരിയാണ് സാർ. ഫസ്റ്റ് വാർ ബാല നിനക്ക് ഭയങ്കര ഡിസാർട്ട്. ഞാനിപ്പോ ഒരു സപ്പോർട്ട് വരും ബാല നിനക്ക്. എല്ലാവർക്കും നാളെ എന്റെ ഒക്കെ മന്തി ഉണ്ട്. ബാലൻ പ്രോപ്പർ 1v1 ആയിരുന്നു. ഞാൻ പോയി ഞാൻ എടുത്ത് എല്ലാവർക്കും അണ്ണാ എന്റെ കാർബൈന്റെ ഡ്യൂറബിലിറ്റി 0 ആയേ. ആണല്ലേ? കാണിച്ചു സപ്പോർട്ട് ആയിരുന്നു. അണ്ണന്റെ ലൈവ് ഇത് കഴിഞ്ഞപ്പോ ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോവാ. ഞാനേ ഏറ്റാക്കെ എല്ലാരും ശ്രദ്ധിച്ചു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാവർക്കും അത് തന്നെയാടാ. പുതിയ പൈസകൾ ഫയർ ചെയ്യുമ്പോ FPS പറഞ്ഞിട്ട് ഒരു സ്റ്റട്ടർ ആവുമായിരുന്നു. അത് എനിക്ക് സ്റ്റട്ടറിങ് വന്നിട്ടുണ്ട്. വൈഡ് ഫ്ലാങ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? എന്തരത്? പറഞ്ഞാലും ഇവിടെ കോസ്റ്റ് ഇല്ലല്ലേ അളിയാ? എന്നിട്ട് ഇവിടെ കേറാൻ നോക്കണ. റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ചാവണം. നോക്കണേ, ഈ റീഫ്രഷ് ചെയ്യണതിന്റെ അടിയിൽ അടി കിട്ടിയാലും ചാവും. അതങ്ങനെയാണ് ഞാൻ ചാവണം. കാരണം ലൈഫ് 0ലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. ആ 0യിൽ അടി കിട്ടിയാ ചാവും. അങ്ങനെ ഞാൻ ചത്തടാ. അങ്ങനെ നോക്കിക്കോണേ. നോക്കി തൂറി എന്നിട്ട് അയ്യോ എന്നെ പിടിച്ചിട്ട് അവര് നാളെ തൊട്ട് ഒരു ടോപ്പിക് ആക്കൂടെ? ഞാൻ ഇവിടെ വിട്ടായിരുന്നോളാം. അതെ, അത് 2 വർഷം മുമ്പത്തെ ഒരു ടോപ്പിക്. അത് കഴിഞ്ഞ് ഇനി വയ്യ. ശരിയാവോ വേടേ ബാക്കിയുള്ളവരെ? ഇപ്പൊ റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്യാ. സെക്കൻഡില് 0 HP അത് ഭയങ്കര മണ്ടർ റീഫ്രഷ് ആയിരുന്നു. നിനക്ക് ഓൾറെഡി ഇത്ര ഹെൽത്ത് ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ നിനക്ക് ഫൈറ്റ് എടുക്കുന്നതിന് ഓപ്ഷൻ. പക്ഷെ എന്തായാലും ചാവും. കാരണം റീലോഡ് അടിക്കുമ്പോഴും ചാവും എന്തായാലും. നിക്കന്റെ അടുത്ത POV കാണുന്ന മുന്നേ ഞാൻ എല്ലാരോടും ഒരു കാര്യം പറയട്ടെ. ഫൈറ്റ് എടുക്കണ സ്ഥലത്ത് നിന്ന് അടിച്ചോണം. ആരും വലിയല്ലേ എന്നുള്ള കോള് തരില്ല കേട്ടാ. പിന്നെ എല്ലാരും മൈൻഡ് മാറും. ഇത് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ALX ആയിട്ട് പറ്റി വന്നപ്പോഴത്തേക്ക് പകുതി പേര് വലിയെന്ന് പറഞ്ഞ് അവര് വേണ്ട വലിയിട്ട് അവ കടിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഉള്ളവരും കൂടി കുത്തി കൊടുത്താൽ ഇവിടെ നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആ 3 പേരും അവിടെ ഓപ്പണിൽ അത് ചാവും. അവര് ഇവിടെ വിൽക്കുന്നവരെ ഇപ്പൊ നമ്മള്. അതെ, ഒന്നെങ്കിൽ നമ്മളെല്ലാരും ചാവണം. 3 പേര് മാത്രമായിട്ട് ചത്തിട്ട് കാര്യമില്ല.
ഫ്രണ്ടില് തരിശ് ഭൂമി. ഓക്സി നോക്കില്ലേ ആരാണ് വണ്ടി എടുത്തിട്ട് പോയത് അവന്റെ ഫ്രണ്ട് വണ്ടി എടുത്തിട്ട് പോയി ഓക്സിയുടെ ഫ്രണ്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരത്. ഓക്സിയുടെ കവറാണ് നഷ്ടപ്പെട്ടത് അവിടെ. ഓക്സി ഭയങ്കര ദേഷ്യത്തില് ഓക്സി ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്. സാർ ബ്രോ കണ്ട് Thank you for the 100 rupees, Anildev bro. Thank you for the 100 rupees. Thank you bro. Thank you. അവരുടെ വണ്ടി ഒന്ന് സെലക്ട് POV വെക്കും എടാ പിന്നെ ഞാൻ പിന്നെ അണ്ടി എത്ര വരെ വെച്ചോണ്ടിരുന്നത് എന്റെ അടുത്ത് ഇവിടെ ഐസ് വേടിയോടാ നിനക്കല്ലേ ഇപ്പൊ അടിച്ചിട്ടാടാ ഞാനായിരുന്നേ വണ്ടി തുറന്ന അപ്പൊ അടിച്ചേര്. നല്ല ഇവന്മാരുടെ വണ്ടിക്കിട്ട് വെടിവെക്കുമ്പോണ്ടല്ലോ നല്ല കത്തല്. നിക്ക് എല്ലാവരുടെ ഇടയിൽ കൂടെ പോയിട്ട് നോക്കാണ് ഇവിടെ അത് സാവേജ് ആളെടുത്തിട്ട് പോയത്. സാവേജ് സാവേജ് എടുത്ത് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ അടുത്ത നല്ല പൊസിഷൻ പിടിച്ചേനെ. പറ്റിയില്ല അവിടെ ഇതായിപ്പോയി. ഗണ്ണിന്റെ റേഞ്ച് എങ്ങനെയാണോ ഞാൻ ലോങ് വെച്ച് ഈ റേഞ്ച് കിട്ടുമോ? കൊള്ളോടാ ഇതൊക്കെ വിൻഡോ ഷെയർ റെക്കോർഡിന്റെ അല്ല ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തോണ്ടല്ലേ ഫയർ ചെയ്യണ മുമ്പ് ടെക്സ്റ്റൈൽസ് ഇപ്പൊ പറയും POV വേണം മറ്റേ സാധനം വേണം. വണ്ടി ഇരിക്കുമ്പോഴേ കിടന്ന് പറഞ്ഞോണ്ടിരിക്കാനുള്ളത്. നിനക്ക് സ്റ്റക്ക് ആവുന്നില്ലടാ? നിനക്ക് സ്റ്റക്ക് ആവുന്നില്ല? ഇല്ല. അവന്റെ മീഡിയ രാജനെ പറയാഞ്ഞത് ടെക്സ്റ്റൈൽസ് അവിടെ 0.25 ഇട്ട് വീഡിയോ വന്ന് 390 ബോഡി ഓർമ്മയുണ്ടോ? ഒരു സർപ്രൈസ് 19 ബോഡി ഓർമ്മയുണ്ടോ? ഇല്ല മെസ്സേജ് കാണുന്നില്ല. 3 ഹെഡ് 19 ബോഡിയാണ് കേട്ടാ. ബോഡി അടിച്ച് കൊല്ലാന്നുള്ള ചിന്ത വേണമെങ്കിൽ 3 വരുന്ന ഒരുത്തരെ അടിക്കണം മിനിമം, അല്ലെങ്കിൽ അടിക്കട്ടെ. ഇല്ലില്ല എന്നാലും ചാവില്ല. മിനിമം 3 വരുന്ന ഒരുത്തരെ അടിച്ചിട്ട് കൊല്ലാൻ മറ്റേ ഇതിന്റെ എക്സൈറ്റിസ്റ്റ് ഗ്യാങ് ചാറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. ഇപ്പഴാ എനിക്കൊന്ന് പോസ് ചെയ്തോടാ. ഇപ്പോഴത്തെ 2 മിനിറ്റ് ആൾക്ക് മനസ്സിലായി കേട്ടാ. ഞാന് 2 ഹെഡ് എടുക്കും. അവിടെ ആ മറ്റേ വൺ വേ ഇല്ല, അതെന്തിനാ പോയാണ്ടില്ലോ? ഇവ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? ഞാനാണെങ്കിൽ അറിയത്തുകൂടിയില്ല. ചത്തോയ ഇവിടെയാണോ നിക്ക് നീ വിളിച്ചത്? സപ്പോർട്ട് വേണം. ആ ഇപ്പഴാണ് നിക്ക് വിളിച്ചത് സപ്പോർട്ട് വേണമെന്ന്. റേഡിയോ മേടിച്ച് നിക്കുന്നുണ്ട്. നമ്മളെത്ര ലാസ്റ്റ്? ഒരു 5-6 പേരെന്തോ ഉണ്ട്. എല്ലാം കഴിയുമ്പോ ഞാൻ കത്തി കയറി വന്നു. ഞാൻ ആദ്യം കത്തി. ഞാനും നോക്കിയപ്പോ
6 കഴിഞ്ഞപ്പോഴും കുല എത്തിയില്ലേ 14 എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചടാ. പക്ഷെ നമ്മള് കുറച്ച് ദിവസം വാർ എടുക്കാത്ത പിന്നെ ഗൺ മെക്കാനിസവും പരിചയമില്ലാത്തതിന്റെ ഒരു ഇത് കുറവുണ്ട്. പിന്നെ അണ്ണാ വണ്ടി കയറാൻ പാടാണ് അണ്ണാ. അണ്ണാ വണ്ടി കയറാൻ പാടല്ലേ, നമ്മള് കിടന്ന് ഓടുമായിരുന്നു. കറങ്ങി തിരിഞ്ഞ് കയറും, കറങ്ങി തിരിഞ്ഞ് ബ്രോ ഓർമ്മയുണ്ടോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് രായന്റെ സ്റ്റാറ്റില്? ഞാൻ രായന്റെ ലൈവ് എടുത്തു ഹൈപ്പർ ക്രൂസ്. ഓ എന്റെ ലൈവ് കാണുന്നുണ്ടാ? എവിടെ എന്തോന്നാ കാണുന്നുണ്ടാ? കളറൊക്കെ അടിച്ചോ മുടി? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എവിടുന്ന് തുടങ്ങണം? 169 ഞാൻ 120 FPS സ്ട്രീം ചെയ്യണത് 120 FPS റെക്കോർഡ് ചെയ്തത്. ഇവിടെ എവിടെ ഫൈറ്റ് എവിടെ ആയിരുന്നു? 48 FPS ഇവിടെ എനിക്ക്. എടാ ഇത് റെക്കോർഡ് സ്മൂത്ത് ആണേ ഉള്ളൂ, ഗെയിം പ്ലേയിൽ ഇത്ര സ്മൂത്ത് ഇല്ല. നാളെ കത്തും കേട്ടാ PC അതെന്താടാ അങ്ങനെ ഇത് 200 FPS 200 കേറി. നോക്ക് കണ്ട പെട്ടെന്ന് 180 രണ്ട് പയ്യന്മാരവിടെ ഇന്ന് അടിക്കുന്ന 2 പയ്യന്മാരവിടെ. ഈ 2 പയ്യന്മാരെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ബാലനൊക്കെ ഇപ്പൊ വീഴും അവിടെ ഇരുന്ന്. ഇല്ല ഞങ്ങള് ഊതുപടി അവിടെ ഇരുന്നിട്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തേക്ക് പോകുമ്പോ ബാലം വീഴും കേട്ടോ. അത് ഇവിടെ ബാലം വീഴണതാണ്. ഞാൻ വിചാരിച്ച ബാലം ചത്തന്ന്. അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഓരോ ആൾക്കാര് ചാവുമ്പോ കാണുമ്പോഴാണ് പ്രശ്നം. ഇതേ ഞാൻ വിചാരിച്ചു ചത്തന്ന് വിചാരിച്ചത്. ഇപ്പൊ ഉയർത്തുന്ന കുറച്ച് കഴിയുമ്പോ പൊന്തി വരുവോ? വാരമത്ത് അപ്പൊ ഓക്കെ പവറായി. അപ്പൊ പവറായി പിന്നെ വീണ്ടും അടി തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല, ലൈഫിലെ വരെ അറിഞ്ഞില്ല. അത് പൈസ കൊടുത്ത് വരുത്തിച്ച ഒരു പൈരല്ലേടാ നീ? അവർ എന്നെ അടിയടാന്ന് പറഞ്ഞു ഒരു ലാസ്റ്റത്തെ ഇവിടെ ബാലം 1v1 കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബാലിന് സഹായിച്ചു. അവന്റെ ബെല്ലടിച്ചേട്ടാ. സത്യമാണ്. ഇപ്പൊ 30 സീരീസ് താഴെ ആർക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. നീ വന്നിട്ട് കൊറേ അസറ്റ്സും മറ്റു കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിന്റെ ഞാൻ ഈ വാറി മരിക്കേണ്ടവനായിരുന്നു. കാണിച്ചുതരാം. എടാ സൂര്യൻ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയത് ആറാ? ഞാൻ ഈ വാറ് കളിക്കേണ്ടവനായിരുന്നു. നിങ്ങളുടെ ടൈറോട്ട് അല്ല ഹൈന പടയടി നടയടി വണ്ടി എടുത്തോണ്ട് പോയി. വീട്ടടി കാണിച്ചിട്ടുള്ളൂ. അത് കാണിച്ചു കൊടുത്തിട്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം. ഇവിടെ എന്നെ ഇനി തന്തക്ക് വിളിക്കും. സുനിയുടെ അപ്പിയോ പുണ്ടച്ചി തന്നെ വിളിക്കാറായി. എന്നെ അങ്ങനെ വിളിക്കും. ഇവിടെ കൂട്ടത്തിൽ 2 പേര് മനസ്സിൽ വിളിച്ചു കഴിഞ്ഞു. എന്റെ ചാനൽ നോക്കിയാൽ അത് പ്രൈവറ്റ് ആക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോയില്ല, ചാനലിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേ വീണ്ടും പോകും. പെണങ്ങല്ലേ നീ പ്ലേ ആത്തതെന്ന് ആലോചിക്കുന്നു ഞാൻ. ഇങ്ങനെ പിണങ്ങിയ എന്താണ് 2 പണകേശം കൂടിയാണ് പറയണത്. ഞാൻ പോളയാ 48 പിടിച്ചിട്ട് കമ്പാക്കുള്ളൂ. അണ്ണാ ഞാൻ പറയാം. ഞാൻ ശരിക്കും മരിക്കേണ്ടവനായിരുന്നു അണ്ണ. സ്റ്റോറി പറയണ കോഴിക്കോട് പുണ്ടച്ചി ശരിക്കും മരിക്കുന്നവരായിരുന്നു അണ്ണാ. നമ്മ 12 വട്ടം പറഞ്ഞിപ്പോ അത്. അയ്യോ അതൊരു 0-0 ഇത് മരിച്ചതാണ്. ഇത് മരിക്കേണ്ടതല്ല. ആത്മാവിനെയാണ് ഉയർന്നെഴുന്നേൽപ്പിച്ചത്. ചത്ത മറ്റേതൊക്കെ വന്ന്
ആള് ആദ്യം ഹീലടിക്കാത്തില്ലടാ. പെട്ടെന്ന് അവൻ അടിച്ചു കാണൂടാ ഓ പിന്നെ അവിടെ മറ്റേ ഹാർട്ട് അറ്റാക്ക് മറ്റേ ബിപി പെടുക്കാറൊക്കെയാണ് എനിക്ക് ഇവിടെ. ആ സത്യം അണ്ണാ ഞാനേ അണ്ണാ ഇവിടെ മൗസൊക്കെ അടിച്ചടിച്ചടിച്ച് മൗസൊക്കെ വെളിയിൽ പോയി. ഞാൻ ഇവിടെ തൊടയിലൊക്കെ വെച്ചാണ് അടിച്ച പകുതി. ബാക്കി തൊട വെച്ചടിക്കാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വണ്ടി പോണ തൊട വെച്ചപ്പോ കുറച്ചുകൂടെ റീക്വലി കൺട്രോൾ ആവുന്നുണ്ട്. ഇനി അവിടെ ചടിക്കാതെ നല്ല സ്മൂത്ത് നല്ല ഇതാണ് ഇത് ഇത്രേ ഉള്ളു. മനസ്സിലായി? ഇതാണ്. ഓക്കെ അപ്പൊ സെറ്റ് എല്ലാവരുടെയും POV ആയിട്ടുണ്ട്. ഇനി POV എന്ന് പറഞ്ഞ ഇവിടെ അടി ഉണ്ടാക്കരുത്. ഓക്കെ ഞാൻ എങ്ങനെയാണ് ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നത്?